Hello everybody, welcome to English speaking course. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ 2 or 3 word sentences കുട്ടികളോട് സംസാരിക്കാനുള്ളത് പഠിച്ചിരുന്നു. ഷോർട്ട് സെൻറ്റൻസസ് ആണ് ഓൾവേസ് നല്ലത് കുട്ടികളോട് സംസാരിക്കാൻ. നമുക്കും സുഖമായിട്ട് സംസാരിക്കാം and they will also understand that easily. So ഇന്ന് ഞാൻ കുറച്ച് പുതിയ 2-3 word sentences ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. So before we start, if you're new to my channel, kindly subscribe. Our first sentence is read aloud. Read aloud. Suppose ഒരു ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് വളരെ ലോ വോയിസിലായിരിക്കും വായിക്കുന്നത്. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ ആസ്ക് ദം ടു റീഡ് അലൗഡ്. ഉറക്കെ വായിക്കൂ. റീഡ് അലൗഡ്. റീഡ് അലൗഡ്. Our next sentence is stop talking. എന്തെങ്കിലും പഠിക്കാൻ കൊടുത്തപ്പോൾ ആയിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് പറയാം stop talking. Stop talking. ഇനി don't talkഉം പറയാം നമുക്ക് അവിടെ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോപ്പർലി അത് ഫിനിഷ് ചെയ്യൂല, ശരിക്കും കഴിക്കില്ല. അപ്പോൾ നമുക്ക് പറയാം ഫിനിഷ് പ്രോപ്പർലി. എഗെയിൻ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്കും അത് പഠിച്ച് കാണില്ല. Then we can say finish properly. Finish properly. അല്ലെങ്കിൽ നമുക്ക് പറയാം finish your work properly. Finish your work properly. Suppose brother or sister ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് മറ്റേ കുട്ടീനോട് പറയാം help him. അവനെ ഹെൽപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ help her. അവളെ ഹെൽപ്പ് ചെയ്യൂ. ഇനി നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് പറയാം പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. അവിടെ പ്ലീസ് ചേർക്കാം. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഫോർ ദ കിഡ്സ് ടു യൂസ് ദാറ്റ് ടു. അവരും കൂടെ അത് യൂസ് ചെയ്ത് പഠിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ചില പോയിന്റ് ഓഫ് ടൈം കുട്ടികൾ കള്ളം പറയാറുണ്ട്. കള്ളം പറയരുത്. അതെങ്ങനെയാ പറയാ? ഡു നോട്ട് ലൈ. ഡു നോട്ട് ലൈ. വെറുതെ ആവശ്യമില്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും. Then we can say don't cry. Don't cry. അത് ടോൺ മാറ്റിയിട്ട് പറയാം. നമുക്ക് ദേഷ്യത്തിലാണെങ്കിൽ നമുക്ക് പറയണ്ടെങ്കിൽ നമുക്ക് പറയാം don't cry. ഇനി സോഫ്റ്റ്ലി പറയണമെങ്കിൽ സ്നേഹത്തോടെ we can say don't cry. Don't cry. ചില കുട്ടികൾക്ക് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര നാണാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞാൽ റൈം പാടാൻ പറഞ്ഞാൽ അവരത് ചെയ്യില്ല, പേര് ചോദിച്ചാൽ പറയില്ല. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ സേ ഡോണ്ട് ബി ഷൈ. നാണിക്കല്ല. ഡോണ്ട് ബി ഷൈ. ഡോണ്ട് ബി ഷൈ. ആരെങ്കിലും പേര് ചോദിച്ചാൽ പറയില്ലെങ്കിൽ നമുക്ക് പറയാം ടെൽ യുവർ നെയിം. ഡോണ്ട് ബി ഷൈ. ഒരു പാട്ട് പാടാൻ എങ്ങനെ പറയാം? സിംഗ് എ സോങ്. സിംഗ് എ സോങ്. വെള്ളം കുടിക്ക്. ഡ്രിങ്ക് വാട്ടർ. ഡ്രിങ്ക് വാട്ടർ. ഡ്രിങ്ക് വാട്ടർ. ചില സമയത്ത് തിരക്കിൽ ഭക്ഷണം ചവക്കാതെ സ്പീഡിൽ അങ്ങ് കഴിക്കും. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വി ക്യാൻ ആസ്ക് ദം ടു chew properly. നമുക്ക് പറയാം chew properly. ശരിക്കും ചവച്ചിട്ട് കഴിക്കൂ. chew properly. ആവശ്യമില്ലാണ്ട് സൗണ്ടാക്കും, ഒച്ചയാക്കും, സംസാരിക്കും. വി ക്യാൻ ആസ്ക് ദം ടു ബി ക്വയറ്റ്. സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറയാം ബി ക്വയറ്റ്. ബി ക്വയറ്റ്. വെളിയിൽ നടക്കാൻ കൊണ്ടുപോയാലോ മെല്ലെ മെല്ലെ നമ്മളെ ബാക്കിൽ നടക്കും. നമ്മൾ മുന്നിൽ നടക്കാൻ നമ്മളെങ്ങനെ പറയാ? വാക്ക് അഹെഡ്. മുന്നിൽ നടക്കൂ. വാക്ക് അഹെഡ്. വാക്ക് അഹെഡ്. ഇനി നടക്കുമ്പോൾ സ്പീഡിൽ നടക്കും. സ്ലോലി നടക്കാം. മെല്ലനെ പതുക്കെ നടക്കാൻ നമ്മളെങ്ങനെ പറയാം? വാക്ക് സ്ലോലി. വാക്ക് സ്ലോലി. ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമ്മളെങ്ങനെ പറയാം? കോൾ ഹിം. അവനെ വിളിക്കൂ. കോൾ ഹിം. അല്ലെങ്കിൽ കോൾ ഹർ. അവളെ വിളിക്കൂ. വീട്ടിൽ 2 കുട്ടികൾ തമ്മിൽ അടിയായിട്ട് അവർ വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം കോൾ ഹിം. അവനെ വിളിക്കൂ. കോൾ ഹിം. ഇനി ഭക്ഷണം കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ സപ്പോസ് ചപ്പാത്തിയാ കൊടുക്കുന്നെങ്കിൽ ഒന്നെടുത്തിട്ട് ഒരെണ്ണം കൂടെ എടുക്കുക. നമ്മളെങ്ങനെ പറയാം? ടേക്ക് വൺ മോർ. ടേക്ക് വൺ മോർ. ഒരെണ്ണം കൂടെ എടുക്കൂ. ടേക്ക് വൺ മോർ. എവിടെയെങ്കിലും ക്ലീൻ ആക്കണമെങ്കിൽ വൃത്തിയാക്കണമെങ്കിൽ സപ്പോസ് ടേബിൾ വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് ടേബിൾ കാണിച്ചിട്ട് പറയാം ക്ലീൻ അപ്പ്. ക്ലീൻ അപ്പ്. വൃത്തിയാക്കൂ. അല്ലെങ്കിൽ ഫുൾ സെൻറ്റൻസ് പറയണമെങ്കിൽ നമുക്ക് പറയാം ക്ലീൻ അപ്പ് ദ ടേബിൾ. ക്ലീൻ അപ്പ് ദ ടേബിൾ. ഇനി പോയി പഠിക്കാൻ എങ്ങനെയാ പറയാ? ഗോ ആൻഡ് സ്റ്റഡി.
ഗോ ആൻഡ് സ്റ്റഡി, പോയി പഠിക്കൂ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അതുപോലെ കളിക്കാൻ പറയുമ്പോൾ നമുക്ക് പറയാം ഗോ ആൻഡ് പ്ലേ, പോയി കളിക്കൂ. കുളിക്കാനും നമുക്ക് അങ്ങനെ പറയാം ഗോ ആൻഡ് ടേക്ക് ബാത്ത്, പോയി കുളിക്കൂ. ഗോ ആൻഡ് ടേക്ക് ബാത്ത്. ഇനി എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ നോട്ട് ബുക്ക് നീറ്റായിരിക്കില്ല, നീറ്റായിട്ട് അവർ എഴുതൂല, ഹാൻഡ് റൈറ്റിംഗ്. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വി കൻ ടെൽ ദം റൈറ്റ് നീറ്റ്ലി, നീറ്റായിട്ട് എഴുതൂ, റൈറ്റ് നീറ്റ്ലി, റൈറ്റ് നീറ്റ്ലി. ഫുഡ് പ്രോപ്പർലി കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, ഫുഡ് വേസ്റ്റ് ആക്കരുത്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്. എപ്പോഴെങ്കിലും വന്നിട്ട് അവർ സ്നാക്സ് എന്തെങ്കിലും സപ്പോസ് ബിസ്ക്കറ്റൊക്കെ ഡബ്ബയിൽ നിന്ന് എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുമ്പം അവർ വീണ്ടും അതിൻ്റെ ലിഡ് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് പറയാം ക്ലോസ് ദ ലിഡ്, ക്ലോസ് ദ ലിഡ്, ലിഡ് അടച്ചു വെക്കൂ. അല്ലെങ്കിൽ ടൈറ്റായിട്ട് അടക്കാൻ നമുക്ക് പറയാം ക്ലോസ് ടൈറ്റ്ലി, ക്ലോസ് ടൈറ്റ്ലി. അതുപോലെ വെള്ളത്തിൻ്റെ ടാപ്പ് ക്ലോസ് ചെയ്യാതെ തിരക്കിട്ട് അവർ തുറന്ന് വെച്ചിട്ട് ചിലപ്പോൾ പോവും. അപ്പോൾ നമുക്ക് പറയാം ക്ലോസ് ദ ടാപ്പ്, ക്ലോസ് ദ ടാപ്പ്. ഇനി ക്ലോസ് ചെയ്ത് പോകുമ്പം അത് ശരിക്കും ക്ലോസ് ആവില്ല, ചില സമയത്ത് വെള്ളം പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം ക്ലോസ് പ്രോപ്പർലി, ക്ലോസ് പ്രോപ്പർലി. ഇനി കൈ കഴുകുമ്പോൾ തിരക്കിട്ട് കഴുകിപ്പോയാൽ കൈയും വൃത്തിയായി കാണത്തില്ല. വി ക്യാൻ ആസ്ക് ദം ടു വാഷ് പ്രോപ്പർലി. അതെങ്ങനെയാണ് പറയുക? വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി, വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി. ചില കുട്ടികൾക്ക് നെയിൽസ്, നഖം കടിക്കാനുള്ള സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നഖം കടിക്കരുത്, അത് പറയുന്നത് നമുക്ക് പറയാം സ്റ്റോപ്പ് ബൈറ്റിംഗ്, കടിക്കരുത്, സ്റ്റോപ്പ് ബൈറ്റിംഗ്. അല്ലെങ്കിൽ പറയാം സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ്, സ്റ്റോപ്പ് ബൈറ്റിംഗ് യുവർ നെയിൽസ്, നഖം കടിക്കരുത്. നഖം മുറിക്കാൻ എങ്ങനെയാ പറയാ? കട്ട് യുവർ നെയിൽസ്, കട്ട് യുവർ നെയിൽസ്. കുറച്ചും കൂടെ ഭക്ഷണം കഴിക്ക്, അതെങ്ങനെയാ നമ്മൾ പറയാം? ഹാവ് സം മോർ, കുറച്ചും കൂടെ കഴിക്ക്, ഹാവ് സം മോർ, ഹാവ് സം മോർ. അതൊരു കടിക്കെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ടേക്ക് എ ബൈറ്റ്, ടേക്ക് എ ബൈറ്റ്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ദിസ് ക്ലാസ്സിൽ കുറച്ചും കൂടെ അതിനെ ലെങ്തി ആക്കാം. വൺ മോർ ബൈറ്റ് പ്ലീസ്, അങ്ങനെ പറഞ്ഞാൽ ലാസ്റ്റ് ഒരു കടിയും കൂടെ കടിക്കൂ. വൺ മോർ ബൈറ്റ് പ്ലീസ്, വൺ മോർ ബൈറ്റ് പ്ലീസ്. അതേപോലെ ടേക്ക് എ സിപ്പ്, ഒരു ഇറക്ക് കുടിക്കൂ. ഇനി ലാസ്റ്റ് ഒരു ഇറക്കും കൂടെ കുടിക്കൂ എന്ന് പറയാൻ നമുക്ക് പറയാം വൺ മോർ സിപ്പ് പ്ലീസ്, വൺ മോർ സിപ്പ് പ്ലീസ്. സ്ക്രീനിൽ കാണേണ്ട പൊലൈറ്റ് വേർഡ്സ് സോറി, താങ്ക് യു, പ്ലീസ്. ഇത് മൂന്നും നമ്മൾ കുട്ടികളോട് റെഗുലറായിട്ട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യണം. Then only the kids will develop a habit of using them. So hope the video was useful. Thanks for watching.